വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 21, 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദേവാലയ ശുദ്ധീകരണം. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളോ അത് കച്ചവടക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെല്ലാം ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പു വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയായിലേക്ക് പോയി അവിടെ താമസിച്ചു. ദേവാലയത്തിന്റെ അകത്തളങ്ങൾ കച്ചവട സ്ഥലമാക്കുന്നതിനെതിരെ രാജകീയമായ യാത്ര യേശു അവസാനിപ്പിച്ചത് ജെറുസലം ദേവാലയ കവാടത്തിലായിരുന്നു. യേശു ദേവാലയത്തിനകത്തേക്ക് ആധികാരികമായി പ്രവേശിക്കുന്നു. അവിടെ കണ്ട കാഴ്ച വളരെ ഖേദകരമായ ഒന്നായിരുന്നു. അതൊരു ചന്തസ്ഥലം എന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള വ്യാപാരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം പോലെ അനുഭവപ്പെട്ടു. ദേവാലയത്തിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന വ്യാപാരികളെയും യേശു കർശനമായി വിലക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്നു. അത് പുരോഹിതന്മാരുടെ ഇടയിൽ അത്ഭുതവും വിസ്മയവും അമർഷവും ജനിപ്പിച്ചു. ഇതിനിടയിൽ യേശുവിനെ ജെറൂസലത്തിലേക്കുള്ള ജൈത്രയാത്രയിൽ അകമ്പടി സേവിച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്ന ഒരുപാട് ജനങ്ങൾ അതേ മുദ്രാവാക്യങ്ങൾ ദേവാലയ പരിസരത്തിലും യേശുവിന് അനുകൂലമായി മുഴക്കി. ഇതും കൂടി കേട്ടപ്പോൾ പുരോഹിതന്മാർ അതിശക്തമായ രീതിയിൽ യേശുവിനോട് പ്രതികരിക്കുന്നു. യേശു അതിന് ഉത്തരമെന്ന രീതിയിൽ അവരോടായി സംസാരിക്കുന്നു. ഇതെല്ലാം തിരുവെഴുത്തുകളുടെ പൂർത്തീകരണം എന്ന നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത്രയും അർത്ഥഗർഭമായി യേശു ഉത്തരം നൽകിയതിനു ശേഷം ആ നഗരം വിട്ട് തനിക്ക് പരിചിതമായ ബെഥനിയായിൽ ചെന്ന് ഏതാനും ദിവസം വസിക്കാനിടവന്നു എന്നാണ് മത്തായി നമ്മോട് പറഞ്ഞതെന്ന് ഇന്നത്തെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്.